എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ കണ്ടന്റ് സെക്ഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സെപ്റ്റംബർ 9, 10 തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധങ്ങളുമാണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം. ടാലന്റ് അക്കാഡമിയുടെ ഓണം ബിഗ് സെയിൽ ആരംഭിച്ച കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും. അതായത് സെപ്റ്റംബർ 1 മുതൽ 15 വരെയാണ് ഈ ഒരു ബിഗ് സെയിലിന്റെ കാലാവധി എന്ന് പറയുന്നത്. ഈ ഒരു ബിഗ് സെയിലിലൂടെ കേരള PSC എക്സാമിനുള്ള ഏതൊരു ബുക്സും നിങ്ങൾക്ക് 30% ഡിസ്കൗണ്ടിൽ സ്വന്തമാക്കാവുന്നതാണ്. അതായത് ടാലന്റ് അക്കാഡമിയുടെ വെബ്സൈറ്റിലൂടെ പർച്ചേസ് ചെയ്യുന്ന ഏതൊരു PSC ബുക്കിനും നിങ്ങൾക്ക് 30% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു അവസരം പാഴാക്കാതെ ഇന്ന് തന്നെ നിങ്ങളുടെ കോപ്പികൾ ഉറപ്പാക്കും. അപ്പൊ നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റ് നോക്കാം. ആദ്യം നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു നിയമനമാണ്. അതായത് ഏഷ്യൻ ഒളിമ്പിക് കൗൺസിലിന്റെ പ്രസിഡന്റ് ആകുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? അപ്പൊ എന്താണ് പറഞ്ഞത്? ഏഷ്യൻ ഒളിമ്പിക് കൗൺസിലിന്റെ പ്രസിഡന്റ് ആകുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? അത് രൺധീർ സിംഗ്. ആരാണ്? രൺധീർ സിംഗ് ആണ് എന്തിന്റെ? ഏഷ്യൻ ഒളിമ്പിക് കൗൺസിലിന്റെ എന്തെന്ന് പറയുന്നത് പ്രസിഡന്റ് ആകുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത്. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തിരിക്കുകയാണ്? എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. ഇനി ഒരു കാര്യം കൂടി ഓർത്തു വെക്കണം. അതായത് രൺധീർ സിംഗ് എന്ന് പറയുന്നത് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? അതായത് ഷൂട്ടിംഗ്. ഇതാണ് ഷൂട്ടിംഗ്. അപ്പോ ഷൂട്ടിംഗുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? രൺധീർ സിംഗ് എന്ന് പറയുന്നത്. എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? ഏഷ്യൻ ഒളിമ്പിക് കൗൺസിലിന്റെ പ്രസിഡന്റ് ആവുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ആരെന്ന് പറയുന്നത്? രൺധീർ സിംഗ്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് JCB പുരസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതായത് 2024 JCB പുരസ്കാരത്തിനുള്ള ലോങ് ലിസ്റ്റിൽ ഇടം നേടിയ മലയാളികൾ ആരൊക്കെയാണ്? അപ്പോൾ 2024 JCB പുരസ്കാരം ഇനി എന്താണ് വരാൻ പോവുകയാണ്. അപ്പൊ അതിന് മുന്നോടിയായിട്ടുള്ള ലോങ് ലിസ്റ്റിൽ ഇടം നേടിയ മലയാളികൾ ആരൊക്കെയെന്നുള്ളതാണ്. ഒന്ന് സന്ധ്യ മേരി. ആരാണ്? സന്ധ്യ മേരി ആണ്. അതായത് മരിയ വെറും മരിയ എന്ന് പറയുന്ന പുസ്തകം. അപ്പൊ ഇതാണ് സന്ധ്യ മേരിയുടെ മരിയ വെറും മരിയ എന്ന് പറയുന്ന പുസ്തകം. പക്ഷേ ഈ പുസ്തകത്തിന്റെ വിവർത്തനം ചെയ്തിരിക്കുന്നത് ജയശ്രീ കളത്തിലാണ്. ആരാണ്? ജയശ്രീ കളത്തിൽ എന്ന് പറയുന്ന വിവർത്തകയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ പുസ്തകം ഇംഗ്ലീഷിലേക്ക് എന്താണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് മരിയ ജസ്റ്റ് മരിയ എന്നാണ് ഇതെന്ന് പറയുന്നത് ആ പുസ്തകത്തിന്റെ പേരെന്ന് പറയുന്നത്. അപ്പോൾ സന്ധ്യ മേരിയുടെ മരിയ വെറും മരിയ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത ആരാണ്? ജയശ്രീ കളത്തിൽ. അപ്പൊ ആ ഒരു ബുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു ലോങ് ലിസ്റ്റിൽ ഇടം നേടിയിട്ടുണ്ട്. ഇനി ഈ പറയുന്ന ജയശ്രീ കളത്തിൽ എന്ന് പറയുന്ന പേര് ഒരിക്കൽ കൂടി നമുക്ക് എന്താണ് ഒന്ന് ഓർത്തെടുക്കാനുള്ള പേരാണ്. കാരണം 2020 JCB പുരസ്കാരം എന്താണ്? 2020 JCB പുരസ്കാരം ഏതിനായിരുന്നു? മീശ. അതായത് ഹരീഷൻ എന്താണ്? മീശയ്ക്കായിരുന്നു. ആ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്തത് ആര് തന്നെയായിരുന്നു? ഈ പറയുന്ന ജയശ്രീ കളത്തിലായിരുന്നു. അതുകൂടി ഓർക്കുക. ഇനി എന്താണ്? മറ്റൊരു മലയാളി കൂടിയുണ്ട്. അതായത് സഹറു സുനൈബ കണ്ണനാരി. ആരാണ്? സഹറു സുനൈബ കണ്ണനാരി എന്ന് പറയുന്ന എഴുത്തുകാരൻ. അദ്ദേഹത്തിന്റെ ക്രോണിക്കിൾ ഓഫ് ആൻ അവർ ആൻഡ് എ ഹാഫ്. ഏതാണ്? ക്രോണിക്കിൾ ഓഫ് ആൻ അവർ ആൻഡ് എ ഹാഫ് എന്ന് പറയുന്ന പുസ്തകം. ഇത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ എന്താണ് രചന കൂടിയാണ്. അതുകൂടി എന്ത് ചെയ്യുക? ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കാം. അപ്പൊ ഇവരുടെ ഈ രണ്ട് മലയാളികളുടെ എന്താണ് പുസ്തകങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറയുന്ന JCB പുരസ്കാരത്തിൽ ഇടം നേടിയിട്ടുണ്ട്. ഇനി പുരസ്കാരം പ്രഖ്യാപിക്കുന്ന സമയം നമുക്ക് എന്ത് ചെയ്യാം? ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം. അപ്പൊ ഇവിടെ എന്തായാലും JCB പുരസ്കാരം പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ 2023 പുരസ്കാരം കൂടി നമുക്ക് ഓർക്കാം. അതായത് 2023 എന്ന് പറയുന്നത് ആർക്കായിരുന്നു? പെരുമാൾ മുരുകൻ. ആർക്കാണ്? പെരുമാൾ മുരുകൻ ആയിരുന്നു പുരസ്കാരം. കാര്യമായിട്ട് ഓർത്തു വെക്കേണ്ട പേരാണ്. അദ്ദേഹത്തിന്റെ ഏത് കൃതിക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആലണ്ട പക്ഷി അഥവാ എന്താണ് അതിന്റെ ട്രാൻസ്ലേഷൻ? ഫയർബേഡ്. എന്താണ്? ആലണ്ട പക്ഷി അഥവാ എന്താണ്? ഫയർബേഡ് എന്ന് പറയുന്ന കൃതിക്കായിരുന്നു പുരസ്കാരം. ഇനി 2022 പുരസ്കാരം കൂടി നോക്കാം. 2022 ആർക്കായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് ഖാലിദ് ജാവേദ്. ആർക്കാണ്? ഖാലിദ് ജാവേദിനാണ്. ഓർക്കുക, ഖാലിദ് ജാവേദിനാണ് പുരസ്കാരം. അദ്ദേഹത്തിന് നെമത് ഗാന എന്നാണ് പുസ്തകത്തിന്റെ പേര്. അതിന്റെ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് പാരഡൈസ് ഓഫ് ഫുഡ് എന്നാണ്. അത് ട്രാൻസ്ലേറ്റ് ചെയ്ത ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാരൻ ഫറൂഖിയാണ്. ഇനി അതുപോലെ തന്നെ ഈ പറയുന്ന പെരുമാൾ മുരുകന്റെ പുസ്തകമായുള്ള ആളണ്ട പക്ഷി ഫയർബേഡ് എന്ന പേരിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത ജനനി കണ്ണനാണ്. ഇതൊക്കെ ഓൾറെഡി നമ്മൾ എന്താണ് മുൻപുള്ള ഡെയിലി കണ്ടന്റ് ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തതാണ്. എങ്കിലും എന്ത് ചെയ്യുക? ഇതിനൊപ്പം ഒന്ന് ഓർത്തു പോവുക. ഇനി 2024 JCB പുരസ്കാരം പ്രഖ്യാപിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം. ഇനി നമുക്ക് ചർച്ചയുടെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം മലയാള സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ കാര്യം ഇത് ഒരു കമ്മിറ്റി രൂപീകരിച്ച കാര്യം നമുക്കറിയാവുന്നതാണ്. അതായത് ഹേമ കമ്മിറ്റി. അപ്പൊ അതിന്റെ റിപ്പോർട്ടൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതുപോലൊരു മറ്റൊരു സമിതിയെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതായത് തമിഴ് ചലച്ചിത്ര നടിമാരുടെ പരാതികൾ അറിയിക്കാൻ വേണ്ടിയിട്ട് നടികർ സംഘത്തിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക സമിതിയുടെ അധ്യക്ഷ. അപ്പൊ എന്താണ് പറഞ്ഞത് ഇവിടെ? നടികർ സംഘം. അതായത് തമിഴ്നാട്ടിലെ ചലച്ചിത്ര അഭിനേതാക്കളുടെ സംഘടനയാണ് എന്തെന്ന് പറയുന്നത്? നടികർ സംഘം. അതായത് ഇവിടെ അമ്മ എന്ന് പറയുന്ന സംഘടന പോലെ അവിടെ എന്താണ്? നടികർ സംഘം. അപ്പൊ അതിന്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു? ഒരു പ്രത്യേക സമിതി രൂപീകരിച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? തമിഴ് ചലച്ചിത്ര നടിമാരുടെ പരാതികൾ അറിയിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? ഒരു സമിതി രൂപീകരിച്ചിരിക്കുന്നു.
അപ്പൊ ആ സമിതിയുടെ അധ്യക്ഷ ആരാണ്? അത് രോഹിണി. അപ്പോൾ ചലച്ചിത്ര നടിയായിട്ടുള്ള രോഹിണിയാണ് എന്തെന്ന് പറയുന്നത് ആ സമിതിയുടെ അധ്യക്ഷ എന്ന് പറയുന്നത്. കാര്യമായിട്ട് ഓർക്കുക. അപ്പൊ ഇവിടെ പറഞ്ഞത് തമിഴ് ചലച്ചിത്ര നടിമാരുടെ പരാതികൾ അറിയിക്കാനായിട്ട് ആരുടെ നേതൃത്വത്തിൽ, അതായത് നടികർ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക സമിതി രൂപീകരിച്ചു. അതിന്റെ അധ്യക്ഷ ആരാണ്? രോഹിണിയാണ്. കാര്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക. ഇനി അടുത്ത് നോക്കാനുള്ളത് ഒരു ചുഴലിക്കാറ്റിന്റെ പേരാണ്. അതായത് കാറ്റിന്റെ പേര് ഇതാണ് യാഗി. അപ്പോൾ ഓർക്കുക, യാഗി എന്ന് പറയുന്ന ചുഴലിക്കാറ്റ് 2024 സെപ്റ്റംബറിൽ എന്താണ് ചൈന, ഫിലിപ്പൈൻസ് തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങളിൽ എന്ത് ചെയ്തു? വീശി. അപ്പൊ ഇവിടെ നമ്മൾ ചർച്ച ചെയ്ത കാര്യം ഇതാണ്. ഒരു കാറ്റിന്റെ പേര് എന്താണ്? പേര് യാഗി എന്ന് പറയുന്ന ചുഴലിക്കാറ്റ് എന്നാണ് 2024 സെപ്റ്റംബറിലാണ്. എവിടെയാണ്? ചൈന, അതുപോലെ തന്നെ എന്താണ് ഫിലിപ്പൈൻസ് തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങളിൽ വീശിയ കാറ്റാണ് യാഗി. അത് നമുക്ക് നോക്കാനുള്ളത് സ്റ്റാർ ലൈനർ എന്ന് പറയുന്ന പേടകവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. സ്റ്റാർ ലൈനർ പേടകം നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് സുനിത വില്യംസും വിൽമോറും എന്താണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോയ എന്താണ് പേടകമാണ് എന്തെന്ന് പറയുന്നത് സ്റ്റാർ ലൈനർ എന്ന് പറയുന്ന പേടകം എന്ന് പറയുന്നത്. കാര്യമായിട്ട് ഓർക്കുക. ഇത് എന്നാണ് വിക്ഷേപിച്ചത്? 2024. ഏത് മാസമാണ്? ജൂൺ മാസത്തിലാണ്. ഏത് തീയതി? 5-ാം തീയതി. അപ്പോൾ 2024 ജൂൺ 5-ന് എന്നാണ് വിക്ഷേപിച്ച പേടകമാണ് എന്തെന്ന് പറയുന്നത് സ്റ്റാർ ലൈനർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലാണ് സുനിത വില്യംസ് പോയെന്നുള്ള കാര്യം, അതുപോലെ തന്നെ വിൽമോറും പോയെന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്തു? ചർച്ച ചെയ്തതാണ്. പക്ഷേ എന്ത് ചെയ്യുണ്ടായി? ജൂണിൽ തിരികെ എത്തേണ്ടതാണെങ്കിലും എന്ത് ചെയ്തിട്ടില്ല? ഇവര് തിരികെ വരാൻ സാധിച്ചില്ല. കാരണം ഹീലിയം ചോർച്ചയെ തുടർന്ന് ഇത് തകരാറിലാവുകയായിരുന്നു. അതിനെ തുടർന്ന് എന്ത് ചെയ്യുന്നു? സുനിത വില്യംസും വിൽമോറും എന്ത് ചെയ്യുകയാണ്? ഇപ്പോഴും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലാണെന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക? ഓർത്തു വയ്ക്കുക. ഇപ്പോ ഈ ഒരു പേടകം മാത്രമായിട്ട് തിരിച്ചെത്തിയിരിക്കുന്നു. അതായത് 2024 സെപ്റ്റംബർ 7-ാം തീയതി ഈ പറയുന്ന സ്റ്റാർ ലൈനർ എന്ന് പറയുന്ന പേടകം തിരികെ എത്തിയിരിക്കുന്നു. ഇനി ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് ബഹിരാകാശത്തേക്ക് എന്താണ് ആളുകളുമായി പോവുകയും എന്നാൽ ആളില്ലാതെ തിരിച്ചു വരികയും ചെയ്ത ആദ്യ പേടകമാണ് ഏതെന്ന് പറയുന്നത് സ്റ്റാർ ലൈനർ എന്ന് പറയുന്ന പേടകം. ഇത് ബോയിങ് എന്ന് പറയുന്ന കമ്പനിയുടെ ആണെന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തു വയ്ക്കുക. അത് നമുക്ക് നോക്കാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെന്നീസ് ടൂർണമെന്റ് ആണ്. നമുക്കറിയാം US ഓപ്പൺ 2024. അപ്പോൾ 2024 US ഓപ്പണുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതായത് ഒരുപാട് അട്ടിമറികളൊക്കെ നടന്നൊരു ടൂർണമെന്റ് ആയിരുന്നു ഈ വർഷത്തെ US ഓപ്പൺ എന്ന് പറയുന്നത്. അപ്പൊ അതിലെ ജേതാക്കളെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് നോക്കാം. അതായത് പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയത് ആരാണ്? അപ്പൊ എന്താണ് പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയത് ആരാണ്? അത് ജാനിക് സിന്നർ. ആരാണ്? ജാനിക് സിന്നർ ആണെന്നുള്ള കാര്യം ഓർക്കുക. അദ്ദേഹം ഏത് രാജ്യക്കാരനാണ്? ഇറ്റലി. അപ്പോൾ ഇറ്റലിക്കാരനായിട്ടുള്ള ജാനിക് സിന്നർ ആണ് പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയത്. ഇനി ഇദ്ദേഹം ആരെയാണ് ഫൈനലിൽ പരാജയപ്പെടുത്തിയത്? അഥവാ എന്താണ് US ഓപ്പണിലെ പുരുഷ സിംഗിൾസിലെ റണ്ണറപ്പ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ടൈലർ ഫ്രിറ്റ്സ്. ആരാണ്? ടൈലർ ഫ്രിറ്റ്സ് ആണെന്നുള്ള കാര്യം ഓർക്കുക. ഇദ്ദേഹം ഏത് രാജ്യക്കാരനാണ്? US കാരനാണ്. അപ്പോൾ എന്താണ് അമേരിക്കക്കാരനാണ് ആരെന്ന് പറയുന്നത്? ടൈലർ ഫ്രിറ്റ്സ് എന്ന് പറയുന്നത്. അതുകൂടി എന്ത് ചെയ്യുക? ഒന്ന് ഓർക്കുക. ഇനി വനിതാ സിംഗിൾസിലേക്ക് വരാം. അപ്പോൾ പുരുഷ സിംഗിൾസ് പറഞ്ഞു ആരാണ്? ജാനിക് സിന്നർ ആണ്. ഇനി വനിതാ സിംഗിൾസിലേക്ക് വരാം. ആരാണ് വിജയിച്ചത്? ആര്യാന സബലേങ്ക. ആരാണ്? ആര്യന സബലേങ്കയാണ്. ആര്യന സബലേങ്ക മുൻപ് ഒരുപാട് തവണ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള പേരാണ്. ഏത് രാജ്യക്കാരിയാണ്? ബെലാറസുകാരാണ്. അപ്പോൾ ഓർക്കുക, ബെലാറസുകാരിയാണ് ആരെന്ന് പറയുന്നത്? ആര്യന സബലാങ്ക എന്ന് പറയുന്നത്. കാര്യമായിട്ട് ഓർക്കുക. ഇനി ആരെയാണ് പരാജയപ്പെടുത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജസീക പെഗുല. ആരാണ്? ജസീക പെഗുല എന്ന് പറയുന്ന അമേരിക്കക്കാരിയാണ്. അപ്പോൾ ഓർക്കുക, ജസീക പെഗുലയും എന്താണ്? US കാരിയാണ്. അതുകൂടി ഓർക്കുക. അപ്പോൾ ബെലാറസുകാരിയായിട്ടുള്ള ആര്യന സബലാങ്കയാണ് എന്ത് ചെയ്തത്? വനിതാ സിംഗിൾസിൽ വിജയിച്ചത്. ഇനി പുരുഷ സിംഗിൾസിൽ വിജയിച്ചത് ഇറ്റലിക്കാരനായ ആരാണ്? ജാനിക് സിന്നർ ആണെന്നുള്ള കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്യുക. ഇനി അടുത്ത കാറ്റഗറിയിലേക്ക് വരികയാണെങ്കിൽ പുരുഷ ഡബിൾസ് ആണ്. അപ്പോൾ പുരുഷ ഡബിൾസിൽ ജേതാക്കളായത് ഏത് സഖ്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാക്സ് പേഴ്സൽ അതുപോലെ തന്നെ ജോർദാൻ തോംസൺ. ആരൊക്കെയാണ്? മാക്സ് പേഴ്സൽ അതുപോലെ തന്നെ ജോർദാൻ തോംസൺ സഖ്യം. രണ്ടുപേരും ഓസ്ട്രേലിയക്കാരാണ്. ഓർക്കുക, രണ്ടുപേരും ഓസ്ട്രേലിയക്കാരാണ്. അപ്പൊ ഈ ഒരു സഖ്യമാണ് എന്ത് ചെയ്തത്? പുരുഷ ഡബിൾസിൽ വിജയിച്ചെന്നുള്ള കാര്യം ഓർക്കുക. ഇനി അടുത്ത കാറ്റഗറിയിലേക്ക് വരികയാണെങ്കിൽ വനിതാ ഡബിൾസ് ആണ്. വനിതാ ഡബിൾസിൽ ജേതാക്കളായത് ജെ ഒസ്റ്റാപെൻകോ അതുപോലെ തന്നെ ലുഡ്മിയാല കിച്ചനോക്ക്. ആരൊക്കെയാണ്? ജെ ഒസ്റ്റാപെൻകോ അതുപോലെ തന്നെ ലുഡ്മിയാല കിച്ചനോക്ക്. ഈ സഖ്യമാണ് വിജയിച്ചത്. ഇതിലെന്താണ് കിച്ചനോക്ക് എന്ന് പറയുന്നത്? ഉക്രൈൻകാരാണ്. ഓർക്കുക, ഉക്രൈൻകാരിയാണെന്നുള്ള കാര്യം ഓർക്കുക. അതുപോലെ തന്നെ എന്താണ് ഒസ്റ്റാപെൻകോ എന്ന് പറയുന്നത് ലാത്വിയ. അപ്പോൾ ലാത്വിയ സ്വദേശമാണ്. അതുകൂടി എന്ത് ചെയ്യാവുന്ന ഇതിനൊപ്പം ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക. ഇനി അടുത്ത കാറ്റഗറി മിക്സഡ് ഡബിൾസ് ആണ്. അതിൽ ജേതാക്കളായ സഖ്യം എന്ന് പറയുന്നത് സാറ ഇറാനി. ആരാണ്? സാറ ഇറാനി അതുപോലെ തന്നെ ആൻഡ്രിയ വവസോരി. ആരാണ്? ആൻഡ്രിയ വവസോരി സഖ്യമാണ് എന്ത് ചെയ്തത്? ഈ പറയുന്ന മിക്സഡ് ഡബിൾസിൽ ജേതാക്കളായത്. ഇരുവരും എന്താണ്? ഇറ്റലിക്കാരാണ്. അപ്പോൾ ഓർക്കുക, ഇറ്റലിക്കാരാണ്. അപ്പോൾ ഇവരുടെ രാജ്യങ്ങൾ കൂടി എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോകുക. അപ്പോൾ ഇവർ രണ്ടുപേരും ഇറ്റലിക്കാരാണ്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു വേദിയാണ്. അതായത് ഏഷ്യൻ ഒളിമ്പിക് കൗൺസിലിന്റെ 44ാമത് ജനറൽ അസംബ്ലി. എത്രാമത്തെയാണ്? 44ാമത് ജനറൽ അസംബ്ലി എവിടെ വെച്ചാണ്? ന്യൂഡൽഹിയിലാണ്. എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. അപ്പോൾ ഓർക്കുക, ഏഷ്യൻ ഒളിമ്പിക് കൗൺസിലിന്റെ എത്രാമത്തെ? 44ാമത് ജനറൽ അസംബ്ലി ന്യൂഡൽഹിയിൽ വെച്ചാണ്. എന്നാണ് നടന്നത്? 2024 സെപ്റ്റംബർ മാസത്തിലാണെന്നുള്ള കാര്യം ഓർക്കുക. ഇനി ഈ പറയുന്ന എന്താണ് ഈ ഒരു ജനറൽ അസംബ്ലിയുടെ ഭാഗമായിട്ട് ഒരു പ്രധാനപ്പെട്ട തീരുമാനം എടുത്തിട്ടുണ്ട്. അതായത് 2026 ഏഷ്യൻ ഗെയിംസ് നടക്കുകയാണ്. എവിടെ വെച്ചാണ്?
ജപ്പാനിൽ വെച്ചാണ്. അപ്പോൾ 2026 ഏഷ്യൻ ഗെയിംസ് ജപ്പാനിൽ നടക്കുകയാണ്. അപ്പോൾ ജപ്പാനിൽ നടക്കുന്ന ആ ഒരു ഏഷ്യൻ ഗെയിംസിൽ യോഗ ഒരു പ്രദർശന മത്സരമായിട്ട് ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ 2026 ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ യോഗ ഒരു പ്രദർശന മത്സരമായിട്ട് ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി അതെന്താണ് കൂടുതൽ എന്താണ് പബ്ലിസിറ്റി കിട്ടുകയാണെങ്കിൽ 2030 ഏഷ്യൻ ഗെയിംസിൽ എന്താണ് ഒരു മത്സര ഇനമായിട്ട് എന്ത് ചെയ്യാം ഉൾപ്പെടുത്തിയേക്കും എന്നുള്ളൊരു തീരുമാനത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൂടി എന്ത് ചെയ്യുക ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് 2024 പാരാലിമ്പിക് ആണ്. അതായത് ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഓൾറെഡി നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് വീഡിയോ കാണാത്തവർ എന്താണ് നമ്മുടെ ചാനലിലെ വീഡിയോ ഉണ്ട്, അപ്പോൾ അത് കാണുക. കാരണം ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണത്. അപ്പോൾ അതുപോലെ തന്നെ പാരാലിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഉടനെ അപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം പാരാലിമ്പിക്സിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം ഒന്ന് നോട്ട് ചെയ്ത് പോകാം. അപ്പോൾ 2024 പാരാലിമ്പിക്സ് ആണ്. വേദി എവിടെയാണ്? പാരീസ് ആണ്. നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ഇനി ഭാഗ്യചിഹ്നം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാഗ്യചിഹ്നം പാരാലിമ്പിക് ഫ്രിഡ്ജ് ആണ്. അതായത് ഒളിമ്പിക്സിന്റെ ഭാഗ്യചിഹ്നം ഒളിമ്പിക് ഫ്രിഡ്ജ്, പാരാലിമ്പിക്കിന്റെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് പാരാലിമ്പിക് ഫ്രിഡ്ജ് ആണെന്നുള്ള കാര്യം ഓർക്കുക. ഇനി മെഡൽ ടേബിളിന്റെ കാര്യമാണ്. മെഡൽ ടേബിളിൽ ഒന്നാമതെത്തിയത് ചൈനയാണ്. അപ്പോൾ മെഡൽ ടേബിൾ ഒന്നാമതെത്തിയത് ചൈനയാണ്. രണ്ടാം സ്ഥാനത്ത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടൻ ആണ്. രണ്ടാം സ്ഥാനത്ത് ബ്രിട്ടൻ ആണെന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. മൂന്നാം സ്ഥാനത്ത് USA ആണ്. അപ്പോൾ മൂന്നാം സ്ഥാനത്ത് USA ആണ്. അപ്പോൾ മെഡൽ ടേബിൾ ചർച്ച ചെയ്തു. സ്വാഭാവികമായിട്ടും മെഡൽ ടേബിളിൽ ഇന്ത്യയുടെ സ്ഥാനം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇന്ത്യ എത്രാമതാണ്? ഇന്ത്യ 18ാമതാണ്. ഓർക്കുക, ഇന്ത്യ മെഡൽ ടേബിളിൽ 18ാം സ്ഥാനത്താണ്. അതായത് ഇന്ത്യ ആകെ ഈ ഒരു പാരാലിമ്പിക്കിൽ 29 മെഡലുകളാണ് എന്ത് ചെയ്തത് നേടിയത്. അതിൽ 7 സ്വർണം എന്ത് ചെയ്തു ഇന്ത്യ നേടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 29 മെഡൽ നേടി, അതിൽ 7 സ്വർണം നേടിയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ 9 വെള്ളി. ഇത്രയാണ് 7 സ്വർണം പറഞ്ഞു. അതുപോലെ തന്നെ എന്താണ് 9 വെള്ളി. ഇനി അതിനൊപ്പം എന്താണ് 13 വെങ്കലം. അങ്ങനെ ആകെ 29 മെഡലുകളാണ് ഇന്ത്യ ഈ ഒരു പാരാലിമ്പിക്കിൽ നേടിയത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യ പാരാലിമ്പിക്കിൽ ഇത്രയും മെഡലുകൾ നേടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഡീറ്റെയിൽ റിവ്യൂവിൽ നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു 29 മെഡലുകളെ പറ്റി നമ്മൾ എന്ത് ചെയ്യും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇനി ഈ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ കൂടി നോട്ട് ചെയ്ത് വയ്ക്കുക. അതായത് ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ആരാണ്? എന്താണ് ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ആരാണ്? നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തതാണ്. അതായത് സുമിത് ആന്റിൽ. അദ്ദേഹം എന്ന് പറയുന്നത് ഏത് സ്പോർട്സ് ഇവന്റുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ്? ജാവലിൻ ത്രോ ആണ്. അപ്പോൾ ജാവലിൻ ത്രോയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് സുമിത് ആന്റിൽ. അപ്പൊ അദ്ദേഹവും അതുപോലെ തന്നെ ഭാഗ്യശ്രീ ജാദവ് ആരാണ്? ഭാഗ്യശ്രീ ജാദവ് നമുക്കറിയാം ഏത് ഇവന്റ് ആണ്? ഷോർട്ട് പുട്ട് ആണ്. അപ്പോൾ ഷോർട്ട് പുട്ട് താരമായിട്ടുള്ള ഭാഗ്യശ്രീ ജാദവ്, അതുപോലെ തന്നെ എന്താണ് ജാവലിൻ ത്രോ താരമായിട്ടുള്ള ആരാണ്? സുമിത് ആന്റിലും ചേർന്നാണ് ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത്. ഇനി സമാപന ചടങ്ങിലേക്ക് വരികയാണെങ്കിൽ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ഹർവീന്ദർ സിംഗ്. അതായത് അദ്ദേഹം എന്ന് പറയുന്നത് ആർച്ചറി താരമാണ്. അപ്പോൾ ഓർക്കുക, അമ്പെയ്ത്ത് താരമാണ് ആരെന്ന് പറയുന്നത് ഹർവീന്ദർ സിംഗ് എന്ന് പറയുന്നത് അദ്ദേഹവും അതുപോലെ തന്നെ അത്ലറ്റ് ആയിട്ടുള്ള പ്രീതി പാലും ചേർന്നാണ് എന്ത് ചെയ്തത് ഈ പറയുന്ന സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത്. അപ്പൊ അതുകൂടി അപ്ഡേറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്താണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ, അതായത് 2024 പാരാലിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് വീഡിയോ എന്ത് ചെയ്യും ഉടനെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൽ നമുക്ക് എന്ത് ചെയ്യാം വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചർച്ച ചെയ്യാം. അപ്പോൾ ഒരുപാട് പരീക്ഷകൾ വരാനിരിക്കുകയാണ്. അതായത് 10ാം ക്ലാസ് യോഗ്യതയുള്ള അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, അതുപോലെ തന്നെ LGS. ഇനി അതുപോലെ തന്നെ +2 യോഗ്യതയുള്ള CPO, CEO, ഫയർമാൻ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തുടങ്ങിയ പരീക്ഷകൾ. ഇനി ഡിഗ്രി യോഗ്യതയുള്ള പരീക്ഷകളായിട്ടുള്ള സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, SI, എക്സൈസ് ഇൻസ്പെക്ടർ, അതിന് പുറമെ തന്നെ ടീച്ചിങ് എക്സാംസുകളൊക്കെ വരാനിരിക്കുകയാണ്. അപ്പോൾ ഇതിനുവേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ടാലന്റ് അക്കാഡമി റാങ്ക് ഫെയറുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ വീഡിയോയുടെ താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ചർച്ച ചെയ്ത പോലെ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞു ഒരു നിയമനമാണ്. അതായത് രൺധീർ സിംഗ് എന്ന് പറയുന്നത് എന്താണ് ഏഷ്യൻ ഒളിമ്പിക് കൗൺസിലിന്റെ പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞു. ഈ സ്ഥാനത്തെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് രൺധീർ സിംഗ് ഏഷ്യൻ ഒളിമ്പിക് കൗൺസിലിന്റെ പ്രസിഡന്റ് ആകുന്ന ആദ്യ ഇന്ത്യക്കാരനാണ്. അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത് 2024 JCB പുരസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് 2024 JCB പുരസ്കാരത്തിനുള്ള ലോങ് ലിസ്റ്റിൽ ഇടം നേടിയ മലയാളികളെ പറ്റിയാണ് പറഞ്ഞത്. ഒന്നെന്ന് പറയുന്നത് സന്ധ്യ മേരിയാണ്. പുസ്തകം ഏതാണ് പറഞ്ഞത്? മരിയ, വെറും മരിയ. ഈ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്തത് ജയശ്രീ കളത്തിലാണെന്ന് പറഞ്ഞു. അതായത് മരിയ, ജസ്റ്റ് മരിയ എന്നുള്ള പേരിലാണ് എന്ത് ചെയ്തിരിക്കുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി മറ്റൊരു പുസ്തകം പറഞ്ഞ ഏതാണ്? ക്രോണിക്കിൾ ഓഫ് ആൻ അവർ ആൻഡ് എ ഹാഫ്. ഇത് എഴുതിയതാരാണ്? അത് സഹറു നുസൈബ കണ്ണനാരിയാണ്. അപ്പോ എന്താണ് JCB പുരസ്കാരം പ്രഖ്യാപിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം. അതിനുശേഷം പറഞ്ഞത് ഒരു സമിതിയെ പറ്റിയാണ്. അതായത് എന്താണ് തമിഴ് ചലച്ചിത്ര നടിമാരുടെ പരാതികൾ അതാണ് അറിയിക്കാൻ വേണ്ടിയിട്ട് ആരുടെ നേതൃത്വത്തിലാണ്? നടികർ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഒരു എന്താണ് സമിതി രൂപീകരിച്ചിരിക്കുകയാണ്. അപ്പൊ അതിന്റെ അധ്യക്ഷ ആരാണെന്ന് പറഞ്ഞു. ആരാണ്? രോഹിണിയാണ്. അപ്പൊ ചലച്ചിത്ര നടിയായിട്ടുള്ള രോഹിണിയാണ് ഈ ഒരു സമിതിയുടെ അധ്യക്ഷ എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അതിനുശേഷം പറഞ്ഞതൊരു ചുഴലിക്കാറ്റാണ്. അതായത് യാഗി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എവിടെയാണ് വീശിയെന്ന് പറഞ്ഞു? ചൈന, അതുപോലെ തന്നെ ഫിലിപ്പൈൻസ്, അങ്ങനെ തുടങ്ങിയ എന്താണ് ഏഷ്യൻ രാജ്യങ്ങളിൽ വീശിയ ഒരു ചുഴലിക്കാറ്റാണ് എന്തെന്ന് പറയുന്നത് യാഗി എന്ന് പറഞ്ഞത്. ഇനി എന്നാണ് വീശിയെന്നുള്ള കാര്യം കൂടി നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് 2024 സെപ്റ്റംബറിലാണെന്ന് പറഞ്ഞു. അപ്പൊ അതുകൂടി അപ്ഡേറ്റ് ചെയ്യുക.
അതിനുശേഷം എന്താണ് ഒരു പേടകത്തെ പറ്റി പറഞ്ഞു, അതായത് ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ എന്ന് പറയുന്ന പേടകം സുനിത വില്യംസിനെയും കൊണ്ട് പോയതാണ്. 2024 ജൂൺ മാസം 5-ാം തീയതി വിക്ഷേപിച്ചതാണ്. ഇപ്പൊ എന്ത് ചെയ്തിരിക്കുന്നു, അത് ആളില്ലാതെ തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പൊ എന്നാണ് അത് തിരികെ എത്തിയത്? അത് 2024 സെപ്റ്റംബർ 7-നാണ്. ഓർക്കുക, 2024 സെപ്റ്റംബർ 7-നാണ് എന്ത് ചെയ്തത്, ഈ സ്റ്റാർലൈനർ എന്ന് പറയുന്ന പേടകം ഭൂമിയിൽ തിരികെ എത്തിയത്. അതായത് ആളുകളെ കൊണ്ട് ബഹിരാകാശത്തേക്ക് പോവുകയും എന്നാൽ ആളില്ലാതെ തിരിച്ചു വരികയും ചെയ്ത ആദ്യ പേടകമാണ് ഈ പറയുന്ന സ്റ്റാർലൈനർ എന്നുള്ള കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യും. അതിനുശേഷം US ഓപ്പൺ പറഞ്ഞു. 2024 US ഓപ്പൺ, അതിലെ പുരുഷ വിഭാഗം സിംഗിൾസ് ആരാണ്? ജാനിക് സിന്നർ ആണ്, ഇറ്റലിക്കാരനാണെന്ന് പറഞ്ഞു. ഇനി അതുപോലെ തന്നെ റണ്ണറപ്പ് ആരാണെന്ന് പറഞ്ഞു? ടൈലർ ഫ്രിറ്റ്സ് ആണെന്ന് പറഞ്ഞു. അദ്ദേഹം എന്ന് പറയുന്നത് US കാരനാണെന്ന് പറഞ്ഞു. ഇനി വനിതാ സിംഗിൾസിലേക്ക് വരികയാണെങ്കിൽ ആരാണ്? അത് ആര്യന സബലാങ്കയാണ്. ഇനി ഏത് രാജ്യക്കാരിയാണ്? ബെലാറസുകാരിയാണ്. ഇനി റണ്ണറപ്പ് ആരാണ്? ജെസിക്ക പെഗുല, US കാരിയാണ്. അതിനുശേഷം ഒരു വേദിയാണ് ചർച്ച ചെയ്തത്. അതായത് ഏഷ്യൻ ഒളിമ്പിക് കൗൺസിലിന്റെ എത്രാമത്തെ 44ാമത് ജനറൽ അസംബ്ലി ഏത് വർഷം? 2024 സെപ്റ്റംബർ മാസത്തിൽ നടന്നു. എവിടെ വെച്ചാണ് നടന്നത്? ന്യൂഡൽഹിയിലാണെന്ന് പറഞ്ഞു. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു തീരുമാനം കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് 2026 എന്താണ് ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ എന്താണ് യോഗ ഒരു പ്രദർശന മത്സരമായിട്ട് ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൂടി ഓർക്കുക. ഇനി അതിനുശേഷം 2024 പാരാലിമ്പിക്സ് ആണ് പറഞ്ഞത്. അതായത് വേദി പറഞ്ഞു പാരീസ് ആണ്. പാരാലിമ്പിക് ബ്രിഡ്ജ് ആണ് എന്റെ ഭാഗ്യചിഹ്നം എന്ന് പറഞ്ഞു. മെഡൽ ടേബിൾ ഒന്നാമതെത്തിയ ചൈനയാണെന്ന് പറഞ്ഞു. ഇന്ത്യ എത്രാമതാണെന്ന് പറഞ്ഞു? 18ാമതാണെന്ന് പറഞ്ഞു. ഇന്ത്യ നേടിയ മെഡലിന്റെ എണ്ണം എത്രയാണെന്ന് പറഞ്ഞു? 29 അതിൽ 7 സ്വർണ്ണം ഉണ്ടെന്ന് പറഞ്ഞു, 9 വെള്ളി ഉണ്ടെന്ന് പറഞ്ഞു, 13 വെങ്കലം ഉണ്ടെന്നും പറഞ്ഞു. അപ്പൊ ഇത് അപ്ഡേറ്റ് ചെയ്യുക. ഇനി പാരാലിമ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നമ്മൾ എന്ത് ചെയ്യും, ഉടനെ ചെയ്യുന്നതായിരിക്കും. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിൽ AICT സ്ഥാപിതമാകുന്നത് എവിടെ എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ തിരുവനന്തപുരം, ബി ഹൈദരാബാദ്, സി കൊച്ചി, ഓപ്ഷൻ ഡി ബംഗളൂരു. അപ്പൊ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം, വരുണ 2024 നാവികാഭ്യാസത്തിന്റെ വേദി എവിടെ എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ അറബിക്കടൽ, ബി മെഡിറ്ററേനിയൻ കടൽ, ഓപ്ഷൻ സി ബംഗാൾ ഉൾക്കടൽ, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. അപ്പൊ ഇതിന്റെ ചരിത്രം കൂടി കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം, അടുത്തിടെ ഡെങ്കിപ്പനി ഒരു എപ്പിഡെമിക് ആയിട്ട് പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ കേരളം, ബി കർണാടക, സി തമിഴ്നാട്, ഓപ്ഷൻ ഡി ഒഡീഷ. അപ്പൊ ഇതിന്റെ ചരിത്രം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, കർണാടകയിലാണ് 2024 ഡെങ്കിപ്പനി എന്തായിട്ടാ ഒരു എപ്പിഡെമിക് ആയിട്ടാ പ്രഖ്യാപിച്ചെന്നുള്ള കാര്യം ഓർക്കുക. ഇനി രണ്ടാമത്തെ ചോദ്യം, കേരളത്തിൽ അർജന്റീനയുടെ ഫുട്ബോൾ അക്കാദമി സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത് എവിടെയെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ പാലക്കാട്, ബി മലപ്പുറം, സി കോഴിക്കോട്, ഓപ്ഷൻ ഡി എറണാകുളം. അപ്പോൾ ശരിയുത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, മലപ്പുറത്താണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു അക്കാദമി സ്ഥാപിക്കാനായിട്ട് ഒരുങ്ങുന്നത്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലാക്കി വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അപ്ഡേറ്റ് തന്നെ പോവുക, നല്ലപോലെ വർക്ക് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക. സെപ്റ്റംബർ 9, 10 തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവിടെ അനുബന്ധപരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലാക്കി വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.